എർത്ത് കേക്കിൻ്റെ സാധ്യതയുള്ള ചില സ്ഥലങ്ങൾ കേരളത്തിലുണ്ട് എന്ന് കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ എർത്ത് കേക്ക് വന്നാൽ ഇതിനെ റെസിസ്റ്റ് ചെയ്യത്തക്ക വിധത്തിലുള്ള സംവിധാനമാണോ ഈ കെട്ടിടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്? ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു ഗൗരവമില്ലാതെ കയ്യിൽ പണമുണ്ടെങ്കിൽ എത്ര നിലയിൽ വേണമെങ്കിലും മുകളിലോട്ട് ഫ്ലാറ്റുകൾ പണിതുയർത്താം. സുരക്ഷിതത്വവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സർട്ടിഫിക്കേഷനും ആവശ്യമില്ല എന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്നൊരു വസ്തുതയല്ലേ സർ? ഒരു സ്വാധീനം പണവും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ ഉള്ളത്. ഇതിന് യാതൊന്നുമില്ല. ആർക്ക് വേണമെങ്കിൽ വെദർ അത് ഡിസൈൻ ചെയ്ത ആൾ ക്വാളിഫൈഡ് ആണോ, അതിന് ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് പോലും നോക്കുന്നില്ല. അതിലുള്ള ഏറ്റവും വലിയ പ്രയാസം എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ഈസ് എ സൊല്യൂഷൻ പ്രൊവൈഡറാണ്. ഒരു പ്രോബ്ലം വന്നാൽ സൊല്യൂഷനുകളാണ് ഒരു എൻജിനീയറോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലോ. ഡോക്ടേഴ്സിനാണെങ്കിൽ ഡോക്ടേഴ്സിനേക്കാളും വളരെ ക്ലവറായിട്ടുള്ള വളരെ വിവരമുള്ള നേഴ്സുമാരുണ്ട്. എന്നാൽ പോലും അവർക്ക് ഒരു കൺസൾട്ടേഷൻ ഇത് പോസിബിൾ അല്ല. ഈ മെഡിക്കൽ കൗൺസിലിൻ്റെ ഒരു അംഗീകാരം ഇല്ലാത്ത ഒരു ഡോക്ടർക്കും ആ അംഗീകാരമാണ് അതിൻ്റെ ആവശ്യം. MBBS MDO പാസ്സായതല്ല. മെഡിക്കൽ കൗൺസിലിൻ്റെ കൺട്രോളിലാണ് മെഡിക്കൽ ഡോക്ടർ. അതുപോലെ തന്നെ വക്കീലന്മാർക്ക് അവർക്ക് ബാർ കൗൺസിലുണ്ട്. ബാർ കൗൺസിലിൻ്റെ അംഗീകാരമില്ലാതെ എത്ര പ്രഗത്ഭനായ ഒരു വക്കീലാണെങ്കിൽ അവർക്ക് പ്രാക്ടീസ് ചെയ്യാനൊക്കെ. പക്ഷേ ഒരു എൻജിനീയറെ സംബന്ധിച്ച് അങ്ങനെ ഒരു സംവിധാനമില്ല. ഇവിടെ ഒരു മേസരിക്ക് പോലും എൻജിനീയറാണെന്ന് പറഞ്ഞ ഒരു 2 നില കെട്ടിടം പറഞ്ഞാൽ ഇവിടെ കൊടുക്കാനൊക്കും. ആർക്കും അത് 4 നില വരെ കെട്ടിടമുള്ള ഒരു ഓവർസിയറോ അല്ലെങ്കിൽ ഒരു ITI പാസ്സായ ഒരു ആൾക്കാർക്കോ പോലും സൈൻ ചെയ്യാനുള്ള സംവിധാനമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഇവിടെ എൻജിനീയർമാർക്ക് ക്വാളിഫിക്കേഷൻ കൂടുന്തോറും എൻജിനീയർമാർക്കുള്ള വില കുറയുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഏറ്റവും താഴ്ന്നുള്ളവർക്കാണ് വരുന്നത്. അതായത് നമുക്കൊരു എൻജിനീയേഴ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കൗൺസിൽ ഇല്ലാത്തതാണ്. അതേസമയത്ത് ഒരു ആർക്കിടെക്റ്റിനുണ്ട്. ആർക്കിടെക്റ്റിന് ഇപ്പോൾ വാല്യൂ ഉള്ളത് എന്താ? ആർക്കിടെക്റ്റ് ആണെങ്കിൽ അവർക്ക് ആർക്കിടെക്ചർ കൗൺസിലുണ്ട്. ഈ കൗൺസിലാണ് അവരെ സ്വാധീനിക്കുക. ഈ എൻജിനീയർമാരെ സ്വാധീനിക്കാനും പണവും പ്രതാപവും മാത്രമേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ബേസിക് പ്രോബ്ലം. അതാണ്.